ഓഗസ്റ്റ് 26 അപ്പൊ ഞങ്ങൾ അമേരിക്കയിലേക്ക് വരണല്ലേ? മെക്സിക്കോയിൽ വെച്ചിട്ടാണോ കല്യാണം? ഇത് 2 അവർ കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മീറ്റ് ഉണ്ട്, വെജിറ്റബിൾ ഇതുണ്ട്, സാലഡ് ഉണ്ട്, ഇതുമുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കുത്തിപ്പൊടി കൊണ്ടു ഞാൻ ദൂരേതോ അമേരിക്കൻ അമ്മായി ചമ്മന്തി. ഞങ്ങളുടെ അടുക്കളയിലാണ് നിൽക്കുന്നത്. അടുക്കളയിൽ നമ്മുടെ മോളമ്മാൻറ്റീനെ അറിയാം. ഞങ്ങൾക്ക് 3 കൊല്ലം മുമ്പ് നമ്മുടെ ഒപ്പം പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ് വീണ്ടും. ന്യൂയോർക്കിലുള്ള മോളമ്മാൻറ്റീനെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കണം. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയാം, നമ്മുടെ ആദ്യം തൊട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ എല്ലാ വീഡിയോയും കാണും കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടും ഓരോ വീഡിയോയിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത്രയും സമയം. അപ്പോൾ ഉച്ച സമയമാണ്, അപ്പോൾ പുറത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ആൻറ്റിക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മളുടെ ഒപ്പം നിന്നിട്ട് ആൾക്കൊരു വീഡിയോ ചെയ്യണമെന്നും ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു ഗ്രീക്ക് സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ. നമ്മുടെ ജ്യൂസ് വേൾഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രീക്ക് റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോളമ്മാൻറ്റീനെ ഓർമ്മയില്ലെങ്കിലും റോഷിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പക്ഷെ റോഷി ഇപ്രാവശ്യം ഡീസന്റ് ആയിട്ട് ഇരിക്കുന്ന പറയണ. അവിടെ വലിയ ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്ന ആളാണ്. ചെറിയ പാർട്ടി ഒന്നല്ല, വലിയ പുള്ളിയാണ്. അതല്ല, പിന്നെ വേറെ കുറെ ആലിയ ഭട്ടിന്റെ കൂടെ അതങ്ങനെ കുറെ പേര് റിമി ടോമി അല്ല, വേറെ ആരൊക്കെയോ കൂടെ ഉള്ള ഡാൻസുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ. ബോളിവുഡ് ആക്ട്രസുകൾ വേറെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഋതിക് റോഷന്റെ ഒപ്പം ഡാൻസ് കളിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ആരാണ് നിൽക്കണേന്നുള്ളത്. ഭാഗ്യം ചെയ്തവരാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത്രയും വലിയ ആളുകളൊക്കെ വരാന്ന് പറയുമ്പോൾ റോഷി എന്നാണ് പേര്. ആന്റിക്ക് 2 മക്കളാണ്. ലിജുവിന്റെ ഒക്കെ കഴിഞ്ഞു. ഇനി കല്യാണം ക്ഷണിക്കാൻ കൂടിയിട്ടാണ് കല്യാണം ക്ഷണിക്കാൻ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കതിന്റെ ഇടയിൽ വിശേഷങ്ങൾ പറയാം അല്ലേ? കൂടുതൽ പോകുന്നില്ല, ഇവിടെ തന്നെ ഉച്ച സമയമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മള് ചിക്കൻ വെച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കും. ഇതിന്റെ പേര് ഗ്രീക്ക് അമേരിക്കൻ ജൈറോ എന്നാ അതിന്റെ പേര്. GYRO. ചിലരൊക്കെ ഇതിന് ഹീറോ എന്നും പറയും. അത് ബീഫ് ഉണ്ട്, ലാമ്പ്, ബീഫ്, ചിക്കൻ എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ചിക്കനാണ് ഞങ്ങൾ ഇന്ന് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ചിക്കനാണ് ചൂസ് ചെയ്തത്. ഇനി അതിന് സർപ്രൈസ് കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഇനി ഇത് ഇനി കട്ട് ചെയ്ത് ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യണത് കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെ ഇത്രയും നീളം വെച്ചു, കനം കുറച്ചിട്ട് അല്ലേ? കുറച്ചുകൂടെ കുറച്ച് അങ്ങനെ തന്നെ കൃഷി കട്ട് ചെയ്യണോ? വേണ്ട, എനിക്ക് കയ്യിലാക്കണ്ട. എന്തായാലും എൻ്റെ കയ്യിലായി. വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ തരാട്ടാ. അന്ന് മുട്ട ഉണ്ടാക്കി ഓർക്കുന്നോ? മുട്ട അത്രയും നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഇനി അങ്ങനെ മാറ്റാം, മതി. ഇതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ ഇത്ര നീളത്തിലൊക്കെ വന്നിട്ട് ഇതൊന്നും പ്രശ്നമില്ല എന്നാണ് ആന്റി പറയണത്. നീളത്തിലാ വേണ്ടത്, മറ്റേത് നമുക്ക് നീളത്തിൽ മുറിഞ്ഞു പോയി. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും പ്രശ്നമില്ല. ഇല്ല, ഇതിനെ ചെറുതാക്കി ഒന്നുകൂടെ ഇത് മുറിച്ചോ വേണമെങ്കിൽ. വീതി കുറയ്ക്കാം അല്ലേ? നീളം എത്രയായാലും പ്രശ്നമല്ല. ഇനി ഇതിനെ നമ്മൾ ബൗളിലേക്ക് മാറ്റുക. ബൗളിലേക്ക് മാറ്റുകയാണ്. കൊണ്ട്
ഓക്കെ. ശരിക്കും ഞാനിവിടെ ആവശ്യമില്ല. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നോ? കുറച്ച് മതി. 3 പേര് കൂടി ചെയ്ത് എന്താവോ? കുറച്ചിട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ വേണമെന്നില്ല, മറ്റേ ഓയിലാണെന്നില്ല മതി. വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണ പാടില്ല. ചേർക്കണ്ടെന്ന് പറ. നമുക്ക് ആദ്യമായിട്ട് ഗാർലിക്ക്, കുറച്ചേറെ ഗാർലിക്ക് ഇടണം. ഞാൻ ഓർത്ത് തീയതിയായിരുന്നു. ചെറുതായിട്ട് ഗാർലിക്ക് ചതച്ചത്, നല്ലപോലെ ഗാർലിക്ക് വേണം. ഗാർലിക്കിന്റെ മണാണ് ഇതിന് മുന്നിൽ നിൽക്കുക അല്ലേ? ആ, അത് മതി. ഇനിയും നാരങ്ങ നീര്, അതിനകത്ത് ലെമൺ ജ്യൂസാണ് മതി. ഇനിയും വേണ്ടുന്നത് ഇച്ചിരി അല്പം എന്തുവാ കുച്ചിപ്പൊടി മുളക്, കുത്തിപ്പൊടി അത് ഇട്ടോ. ചില്ലി ഫ്ലേക്സ് ഇത്ര ഇടാം. ആ ഇട്ടോ, മൊത്തം ഇട്ടോ. എരി വേണോ അല്ലേ? വേണ്ട, ഇനി നമ്മൾ കുരുമുളക് ഇടുന്നുണ്ടല്ലോ. ഇനി കുത്തിപ്പൊടി മുളകിന് പുതിയ പേര് കിട്ടി. കുരുമുളക് പൊടി, കുരുമുളക് അത്ര ഇട്ടോ. നമുക്ക് എരി വേണമല്ലോ അല്ലേ? പിന്നെ വേണ്ടുന്നത് ഉപ്പ്, ജീരക പൗഡർ, ജീരകത്തിന്റെ പൊടി എത്ര വേണം? അത്ര ഇട്ടോ. ഇത്ര ഇടാം. ആ ഓക്കെ. അത് കഴിഞ്ഞ് ഉപ്പ് ഇതിൻ്റെ എനിക്ക് കണക്ക് ആയിരിക്കും അല്ലേ? ഉപ്പ്. അത് കഴിഞ്ഞ് ഇതിന് ഒറേഗനോ എന്നാണ് ഞങ്ങൾ പറയുന്നത്. എടുക്കണോ ഒറേഗനോ? ഒറേഗനോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അമേരിക്കയിൽ നിന്ന് വരുമ്പോഴേ വാങ്ങിക്കൊണ്ടുവന്നു. ഇവിടെ കിട്ടത്തില്ലെന്ന് ഓർത്ത്. അപ്പൊ അവിടെ വരുമ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടെ ഓക്കെ. ഒറേഗനോ മതിയായിരിക്കും അല്ലേ മോനെ? ഒറേഗനോ ഒത്തിരി വേണ്ട, മതി. എല്ലാം മായം തോന്നുന്നല്ലേ? ഒരല്പം. അപ്പൊ ഈ ഒറിഗാനോ കിട്ടിയായി. ഇനി കുറച്ച് പുതിന അരിഞ്ഞത് ഇട്ടു. ഒരു സ്പൂണ്, അല്പം മതി. അത് മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഇളക്കുക, സൂക്ഷിച്ച് ഇളക്കിക്കുക. മതി, വേണ്ട. ഇത്തിരി വെള്ളമായിപ്പോ മോനെ. ഇത് മിക്സ് ചെയ്യണം അല്ലേ? മിക്സ് ചെയ്യുക. മഞ്ഞളൊന്നുമില്ല കേട്ടോ ഇതിന്. മഞ്ഞളൊന്നും ചേർക്കില്ല. അത് ഗ്രീക്ക് സാധനമാണല്ലോ അല്ലേ? അതെ. അല്ല, ഇന്ത്യൻ ആക്കണമെങ്കിൽ ഇത് ഈ ടേസ്റ്റ് ആർക്കും ഇഷ്ടം. അതിന് വരെ ഇറച്ചിക്കൂട്ടിടണം. ഇനി പാപ്രിക്ക പൗഡർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വിറ്റുപോയായിരുന്നു, അതുകൊണ്ട് അതുകൂടെ ആഡ് ചെയ്യുക. അതില്ലെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എരിവ് വേണ്ട, ഒരു ഇത്തിരി കളർ. ഇത് മതി. ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് ചേർത്തൊന്നു മാത്രം. ഇളക്കിക്കൊന്ന്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനിയാണ് നമ്മളുടെ സർപ്രൈസ് പൊളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആന്റി വരുമ്പോ ആന്റി വന്നിട്ട് 2 സാധനങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെയായിരുന്നു? അതിന്റെ പാത്രം, നൂഡിൽസും ഉണ്ടാക്കി, ചൈനീസ് വോക്ക്, ഇറ്റാലിയൻ പാസ്ത ഉണ്ടാക്കി. അപ്പൊ ഇത് രണ്ടും ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള പാത്രവും കൊണ്ടാണ് ആള് വന്നത്. ഇല്ല, അവിടുന്ന് എടുത്തതായിരുന്നു അല്ലേ? നമ്മൾ ഇവിടുന്ന് അല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴേ അത് വാങ്ങിയിട്ടാണ് വന്നത്. ആ പാത്രം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ 3 വർഷമായിട്ട് നമ്മുടെ പല വീഡിയോകളിലും അത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു കടായി നല്ല ക്ലോസപ്പ്, നല്ല ഭംഗിയായി ഇപ്പൊ കാണാൻ. അതിന്റെ ക്ലോസപ്പ് എടുക്കാൻ എന്നോട് മര്യാദയ്ക്ക് പണിയെടുക്കണോ പ്യൂണേ. അപ്പോ ഇനി അതുപോലെ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാധനമുണ്ട്, എയർ ഫ്രയർ എന്ന് പറയണത്. ആ എയർ ഫ്രയറും കൊണ്ടാണ് ഇപ്രാവശ്യം ആന്റി വന്നിട്ടുള്ളത്. ആ എയർ ഫ്രയറിന്റെ അടുത്ത് വരും. അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നിരിക്കുന്നു. എല്ലാതും ബ്ലാക്ക് തന്നെയാട്ടാ. ഒരു ഫോട്ടോ എടുത്തേക്ക്. ഞാനില്ല, ചേട്ടാ അതിന്റെ കൂടെ അല്ല എന്നിട്ട് എടുക്കണം. ആവശ്യമില്ല. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ 1/2 മണിക്കൂർ സമയം ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മളിത് എയർ ഫ്രയറിൽ വെക്കുക. ആ സമയം കൊണ്ട് അതിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം അല്ലേ? എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒരു വസ്തു അറിയില്ല കേട്ടാ. അത് ഇല്ലാത്തവർക്ക് പാനിലും ചെയ്യാം, ഓവനിൽ വേണമെങ്കിൽ ഓവനിൽ ചെയ്യാം അല്ലേ? അപ്പൊ ഒരു 1/2 മണിക്കൂറായിട്ട് ഞങ്ങൾ വരാം.
അപ്പൊ നമ്മളവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് ഇത് പ്രീ ഹീറ്റ് ചെയ്യണം സാധനം, നമ്മുടെ ഓവൻ പോലെ തന്നെ. അവൻ പോലെ തന്നെ. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കാണുമ്പോൾ ടെമ്പറേച്ചർ അവിടെ ആക്ച്വലി ഇതെല്ലാം സാധനങ്ങൾ പൊങ്ങി വരുവേ. അപ്പം ചിക്കൻ ഉണ്ട്, ഇത് കേക്ക് അങ്ങനെയൊക്കെ. അപ്പൊ നമുക്കിപ്പം വേണ്ടത് ചിക്കൻ ആയിട്ട് നമുക്കിത് പ്രസ് ചെയ്യാം. അപ്പം ഓട്ടോമാറ്റിക്കലി 180 ഡിഗ്രി തന്നെ അത് നിൽക്കും. അപ്പൊ അതാണ് ചിക്കന് യൂഷ്വലി വേണ്ടിയത്. ടൈം അഥവാ കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രീസ് കൂട്ടണമെങ്കിൽ ഇവിടെ ഇത് പ്രസ് ചെയ്തിട്ട് നമ്മൾ കൂട്ടാം ഇങ്ങനെ, മനസ്സിലായോ? അപ്പൊ ഇപ്പോഴത്തേക്ക് 180 പോരെ മമ്മി? ഓക്കെ. എന്നിട്ട് നമുക്കിപ്പോൾ ടൈം മാറ്റണമെങ്കിൽ ലൈറ്റൊക്കെ കത്തി കേട്ടോ. ടൈം ആണെങ്കിൽ ഇതാണ്. ടൈം ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ 1/2 hour വെക്കാം അല്ലേ? 1 2 3 ഓക്കെ. അപ്പോൾ കൂട്ടി 30. ഓക്കെ. ഇനി നമ്മളിത് പ്ലേ ആണ് സ്റ്റാർട്ട് പോലെ. പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 180 ആകുന്ന സമയം അതിനൊക്കെ കാണിക്കും. അപ്പം നമ്മൾ പോയി വെച്ചാൽ മതി. പക്ഷെ അവൻ പോലെ ഇല്ല തോന്നുന്നു. 180 ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പെട്ടെന്ന് ആവും എന്നാ പറയുന്നത്. പെട്ടെന്ന് അത് ഇപ്പം എത്ര ആയത്? ഇപ്പൊ 180 അപ്പം അങ്ങ് നമുക്ക് വെക്കാം. ഒരു മിനിറ്റ് കൊടുക്ക. അപ്പൊ അത് ചൂടാവട്ടെ. എന്തായാലും ഇത് കുറച്ച് സമയം ഇരിക്കണല്ലോ. അപ്പോ അരമണിക്കൂറായിട്ടാ നമ്മളിത് വെച്ചിട്ട്. അപ്പോ ഇത് ചെയ്യാൻ പോവാണേ. ഇതിനകമൊക്കെ കാണാമില്ലല്ലേ? ഇത് അതിന്റെ ഉള്ളിലത്തെ പാത്രം ഒരു സാധനമാണ്. അതിങ്ങ് എടുക്കാം. അതിങ്ങോട്ട് എടുത്തു. ഇതല്ലേ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനത് ശരിക്കും പറഞ്ഞാൽ അത് ചൂടാക്കാതെ തന്നെ നമുക്ക് മറ്റേത് ചൂടാക്കിയാൽ മതി. ഇത് നമുക്ക് ചൂടാക്കാതെ എല്ലാം ഫില്ല് ചെയ്യാം. അത് ശരി. അതവിടെ ചൂടാക്കാൻ അവനാണ്. ഓക്കെ. ഇനി അതിനകത്ത് ഫില്ല് ചെയ്യുക. മീൻ വറക്കാൻ വെക്കുന്ന പോലെ. അതെ, ഞാൻ വെക്കണം എന്നാണ് പറയണത്. എന്തായാലും ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ സെൻട്രൽ വേണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ എല്ലായിടത്തും കഴിയുന്നത്ര നീളമുള്ളത് നോക്കി ഫില്ല് ചെയ്യുക. ബാക്കി നമുക്ക് വെച്ചേക്കാം. അതിനകത്ത് ഉള്ളതെല്ലാം ഒക്കത്തുള്ളൂ. മുട്ടിയോണ്ട് കുഴപ്പമില്ലല്ലോ? മുട്ടിയിരിക്കണോണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതൊന്നും കുഴപ്പമില്ല. മതിയല്ലേ? അല്ല, കുറച്ചുകൂടെ വെക്കാം. ഇവിടെയൊക്കെ വെക്കാം, സ്ഥലം ഉണ്ടാക്കി വെക്കാം. കണ്ട, ഇതിങ്ങനെ എല്ലാതും നിരത്തി വെച്ചു കേട്ടോ. ആ കർമ്മം റോഷിയാണ് നിർവഹിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടൈം 180 അല്ല, ടെമ്പറേച്ചർ 180, നമുക്ക് ടൈം 20, നമുക്ക് 30 minutes വെക്കാം. 30 മിനിറ്റ് ആയി കഴിഞ്ഞാൽ വല്ല ബെല്ലടിക്കുന്നത് കാണിക്കുന്നു. ആയിന്ന് കാണിക്കണം. ഇറച്ചി പൊരിക്കുന്നതാണ് ഇങ്ങനെ ഇതിലെ കാണാം. അതെ, ചൂടുള്ള എയറാണ് വരുന്നത്. ഒരു കാര്യം മറന്നു. അതായത് നമ്മള് മല്ലി ഉണ്ടല്ലോ, മുഴുവൻ മല്ലി ക്രഷ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത് ആൻറ്റി കണ്ടപ്പോഴാണ് ഈ സാധനം ചേർക്കാൻ മറന്നു എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ പകുതി ചിക്കൻ നമ്മളതിൽ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. ബാക്കിയുള്ളതിലേക്ക് നമുക്കിത് ചേർക്കാം അല്ലേ? അപ്പൊ ഇത് ചേർക്കുമ്പോഴത്തെ വ്യത്യാസവും ചേർക്കാത്തപ്പോഴത്തെയും എന്താണ് ടേസ്റ്റ് ഉള്ളത് നമുക്കറിയാം. ഇത് മതിയാവും അല്ലേ? അപ്പോൾ മുഴുവൻ മല്ലി ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർക്കണം. മല്ലിപ്പൊടിയും വേണേൽ ചേർക്കാം, പക്ഷെ ഇതായിരിക്കും കൂടുതൽ നല്ലത് അല്ലേ? പിന്നെ നമ്മൾ ചേർക്കാൻ വിട്ടുപോയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അടുത്തേൽ ഇത് ചേർത്തിട്ടാക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരു സോസ് തയ്യാറാക്കണമെന്ന്. ആ സോസ് ഉണ്ടാക്കാനായിട്ട് ഇത് കുക്കുംബർ 2 അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം ഉപ്പിടണം. ഉപ്പ് ഇട്ടോ, അത് നമുക്ക് അതൊക്കെ സ്ക്വീസ് ചെയ്ത് കളയാനുള്ളതാണ് അല്ലേ? അപ്പോൾ കുറച്ചുകൂടി ചേർക്കാം. ഇത് എന്നിട്ട് ഇതിന്റെ ഈ വെള്ളം മുഴുവൻ കളയാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഉപ്പിട്ടിട്ട് വെക്കുകയാണ്. മതിയല്ലേ? ഉപ്പ് മതി. അതിന് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഈ ഉപ്പിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. കുറച്ചും കൂടി ഉപ്പിടാൻ തോന്നുന്നു. ഇനി അതിന്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണിത്. അതിന്റെ സോസിന്റെ പേര് ഇല്ല, കളയാം. സോസിന് എൻ്റെ പേര് ടസീക്കി എന്നാണ് എൻ്റെ പേര്. അത് സ്പെല്ലിങ് ഇച്ചിരി ലോങ്ങാണ്. ടസീക്കി എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലുള്ളത്. ടസീക്കി സോസ് എന്നാണ് അതിന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും ടസീക്കി. പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കാം. ഇതിനകത്ത് നമുക്ക് ഇല്ല അല്ല, ഇവിടെ ഇല്ലാത്തത് അതാണ് ഈ ഡില്ലെന്ന് പറഞ്ഞ ഒരു സാധനം. ഡിൽ ഇവിടെ കേരളത്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഡില്ലാണ് ഇതിന് ഏറ്റവും
വേണ്ടത്. സ്പെഷ്യലായിട്ട് കട്ട് ചെയ്തിടേണ്ടത്. പെരുംജീരകത്തിന്റെ ഇലയാണ് എന്നാ എനിക്ക് തോന്നുന്നു ഡില് അത് തന്നെ. അപ്പൊ ഇതോടെ ഇരിക്കട്ടെ. ഇത് കുറച്ച് സമയമായിട്ടാ ഉപ്പിട്ട് വെച്ചിട്ട് ഇതിലത്തെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇത് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും വരരുത്. ഒട്ടും പാടില്ല അല്ലേ. ഇതെന്തെങ്കിലും വല്ല ടവലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ. അതെ, നമ്മൾ ടവലിലൊക്കെ ഇട്ടിട്ട് വേണം ഞെക്കി പിഴിയാൻ. ടവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈരഴയൻ ടവലൊക്കെ, ചീസ് ക്ലോത്ത് എന്നാ പറയുന്നതിന്. ചീസ് ക്ലോത്തിനകത്തിട്ട് മനസ്സിലായി. ഈ പനീറൊക്കെ ഉണ്ടാക്കണം. അത് തന്നെ, പനീറൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് വെച്ച് അന്ന് അങ്ങനെ നല്ലത് ഡ്രൈ ആയിട്ട് കിട്ടും. അന്നേരം ഇതുപോലത്തെ 30 minutes ആയിരുന്നു അമ്മനെ അത് വെച്ചത്. അതാ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആവാമായിരുന്നു. റോഷിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഞങ്ങൾക്കും കാണാമായിരുന്നു. ഋതിക് റോഷന്റെ പോലെ അല്ലെങ്കിൽ ദൈവൻ അത്യാവശ്യം കളിക്കും. അല്ല, ഇവള് കളിക്കും. ആരെന്ന് കേട്ടാ? ആര്? എവൻ നിക്സനാ. ഞാൻ റോഷിയുടെ അടുത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരാൾ പാട്ട് പാടുന്നു. നമ്മുടെ ആന്റീനെ സീനത്തമ്മന്റെ പോലെ ഇല്ലേ? കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ ചുമ്മാ മൂളിയതാ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരായതു തൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ മലർമാല കൈകൾ നീട്ടി വർണ്ണത്തിലെ നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ നീളം പൂത്തനാൾ മധു തേടിപ്പോയി. നമ്മള് പാട്ട് പാടിപ്പിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ആന്റി പഠിച്ചിട്ട് വന്നേനെ. ഞാൻ അത് തന്നെയല്ല, ഈ പാട്ട് തന്നെ നമ്മൾ 2 പ്രാവശ്യം പാടുമ്പോഴേ ആയിപ്പിച്ചൊക്കെ വന്നേനെ. അതൊക്കെ മേരി തും സിന്ദഗാനി കഹി ബദൽന ജാനാ സനം. ഓക്കെ, ഇനി നമുക്ക് ഇത് കഴിഞ്ഞല്ലേ, എല്ലാം കഴിഞ്ഞല്ലേ. ഇതിന്റെ നീരൊക്കെ ഇങ്ങനെ കളഞ്ഞു എടുത്തുട്ടാ. കുറച്ചുകൂടെ ഉണക്കലായിട്ട് വരണ്ടേ. ശരിക്കും നമ്മള് ഒരു വെള്ളത്തിന്റെ അംശം മൊത്തം പോയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടണം എന്നാ പറയണ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കണ്ട, ഇത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെള്ളം ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടാ. റോഷി പാട്ട് പാടുവോ? അവള് പാടുമോന്നാ? അവള് ഏതാന്നറിയാ പാടുന്ന മോളെ? എടി അത് നല്ലപോലെ പാടും. അത് റോഷി അത് നല്ലപോലെ അവള് പാടും. അത് തന്നെ, അവള് നല്ലപോലെ പാടുമല്ലോ അല്ലേ? അവളുടെ കൂടെ പാടാ. പാടുമോനെ? എനിക്കറിയില്ല, എന്റെ വരികൾ അറിയില്ല. അവിടെ കൂടെ അങ്ങ് പാടിയത്. ഇപ്പൊ പിടിക്കും, ഇത് പിടിക്കണം. അതായി ഇതെന്നാ പിഴിയുന്ന എന്ത്? അല്ലേ, കൈ കൊണ്ട് പിഴിഞ്ഞാൽ മതി. ഇന്ന്
இங்கு சொல்லாத இடம் கூட கொலைகின்றது மனம் சூடான இடம் தேடி அலைகின்றது നിനക്കത് പാടാമല്ലോ എന്താ എനിക്കറിയില്ലേ വരി അറിയില്ലേ പക്ഷെ മൈക്ക് ഇവിടെയാ ഗ്രൂപ്പ് സോങ് സമൂഹഗാനം ഞാൻ ഒറ്റയ്ക്ക് പാടി ഇനി ഇത് ഇനി ഇത് എടുക്കാല്ലേ ഇത് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി വേണ്ട കേട്ടോ, ഒരു ചെറിയൊരു പീസ് അല്ല ഇട്ടാലും കുഴപ്പമില്ല മോനെ ഇച്ചിരി ഒക്കെ ഇടാം ഇടാം അല്ലേ? ആ ശരി. അപ്പൊ അത്രയ്ക്കും ഇതിലേക്ക് ഒഴിച്ചു നീര്. ഈ സോസിലേക്ക് പിന്നെ അതേ ഗാർലിക് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടു. ചുവക്കത്തില്ലേ? മതി, ഇത്ര മതി. ഗാർലിക് വേണം അല്ലേ? മതി. നമ്മൾ ചിക്കനിൽ നന്നായിട്ട് ഗാർലിക് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി ഒലിവ് ഓയിൽ ഇത് എടുക്കാം അല്ലേ? ഒലിവ് ഓയിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. സോസ് ഉണ്ടാക്കുകയാണ് ഇത്, റസിക്കി സോസ് ഉണ്ടാക്കുക നമ്മൾ. ലെമൺ ഒഴിച്ചു. പിന്നെ മറ്റെന്തൊരു സാധനം പറഞ്ഞ ഡില്ലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മെയിൻ ഇടുന്നത്. സാധനമാണ് ഇതിൽ ചേർക്കുക. പക്ഷെ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ഹൃദയമാണോ ഉദ്ദേശിക്കുന്നത്? ദില്ല് എനിക്ക് വേണേൽ ക്ലോസ് പെടുത്തോ. ഇത് ദില്ല് എന്തിടി മോനെ ഡില്ലെന്ന് എഴുതിയേക്കുന്നത്? DILL. ഇത് ഇതിൻ്റെ ഇലയാണ് എടുക്കേണ്ടത്, ദില്ല് കാണിക്കാനാണ് ഇത്. നമുക്ക് ദില്ലുണ്ടെങ്കിലും ഈ ദില്ല് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അപ്പൊ ദിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ പകരം പുതിനയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അല്ലേ? പുതിനയില കുറച്ചായിരുന്നു ഇതിലിട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യാൻ? നല്ല കട്ടിയുള്ള യോഗട്ട് വേണമെന്നേ ഉള്ളൂ. ആ, കട്ടിയുള്ള യോഗട്ട് വേണം ചേർക്കാൻ. പക്ഷെ ഇതിന് വലിയ കട്ടിയൊന്നും ഇല്ല ഇവിടുത്തേന്. എല്ലാം അങ്ങ് വെള്ളം പോലെ ആയിപ്പോ, അതാ പേടി. അത് തീർന്നു അതിന്റെ ശബ്ദം വന്നത്. ഓക്കെ, ഒരു മണം വരുന്നുണ്ട് കേട്ടാ. ഇത് മിക്സ് ചെയ്തു. ഇനി ഇതിലെന്താ ചേർക്കുക? കുരുമുളക് ചേർക്കോ? കുരുമുളക് അല്ല, ഉപ്പ് നമ്മൾ ഇട്ടായിരുന്നോ? ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ ആ ഇതിലുണ്ടായിരുന്നു. ആ ഉപ്പ് മതിയാവോ? ആ മതിയായിരിക്കും, നോക്കിയിട്ട് ചേർക്കാം. എന്താ വെച്ചാൽ നമ്മള് കുക്കുംബറിൽ കുരുമുളക് ഉപ്പ് കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയിൽ പോയി ടേസ്റ്റ് നോക്കിയിട്ട് വരാം. ടേസ്റ്റ് നോക്കുന്ന തിക്കായിട്ടുള്ള യോഗട്ടാ വേണ്ടത്. ഇത് ഇതിലുണ്ടായിരുന്നത് നമ്മൾ ചേർത്തു. അപ്പൊ ഇതിന് കട്ടി പോരാന്നാണ് ആന്റി പറയുന്നത്. അപ്പൊ വേറെ തൈരിന്റെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ചേർക്കണം കേട്ടാ, കുറച്ചുകൂടെ കട്ടി. എത്ര ചേർക്കണം? മതി. കാരണം അത് ഓൾറെഡി ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി. സോസ് അല്ലേ അത്, ഒത്തിരി വെള്ളം ആയാൽ അഴുക്ക്. കുറച്ച് അല്പം കുരുമുളകും കൂടി ഇടാം, നമുക്ക് വായിക്ക് ടേസ്റ്റ് അത്. ഇതിലെ കുറച്ച് കുരുമുളക് പൊടിയിൽ ചേർത്തു. ഒരു എരി വേണം. ഉപ്പ് ചേർക്കേണ്ടി വന്നില്ല കേട്ടാ നമ്മള്, കാരണം അതിന് അതെല്ലാം വെള്ളം. ഇവിടെ തൈര് കിട്ടത്തില്ല നല്ലത്, ഇത്രയും കട്ട കണ്ടിട്ടില്ല. ഇതുപോലെ ആവരുത് ശരിക്കും, ഇച്ചിരി കട്ടിയായിരിക്കും. നമ്മള് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മള് മറ്റേത് പിഴിഞ്ഞെടുത്തിട്ടില്ല, അതിന്റെ വെള്ളമുണ്ട്. പിന്നെ തൈര് നമ്മുടെ അത്ര കട്ടിയുള്ളതല്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ സോസ് ഇരിക്കണം. ഞങ്ങൾക്ക് ഇത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എങ്ങനെയാ ശരിക്കുള്ളതിന്റെ കൺസിസ്റ്റൻസി അറിയാത്തതുകൊണ്ട് നമുക്കിത് പ്രശ്നമില്ല. ഇത് ഇനി ഇതിന്റെ നമുക്കിനി സെറ്റപ്പ് ചെയ്യാം. ഇതിന് നല്ല മണം വരുന്നത് അത് തന്നെ സെറ്റ് ചെയ്യാം. ഇത് മണം പിടിച്ച് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുക കഴിക്കാൻ. നമ്മുടെ ഇതെന്ത് ഇന്ന് കൊണ്ടുവന്ന ഇന്ന് കൊണ്ടുവന്ന ഇതെന്ത് നമ്മൾ എവിടെ വെച്ചോ? ഫ്രിഡ്ജ് വെക്കെന്ന് പറഞ്ഞ് ഒരു ഫ്രൈങ് പാനും വേണം. ഇനി ഒരു സാധനം കൂടി ആന്റി ഇതിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ പേര് പീത്ത ബ്രെഡ് എന്ന് പറയും. പീത്ത ബ്രെഡ് ഇതുണ്ട്, എഴുതാമോ? ഇത് കാണിക്കാമോ? കുബൂസ് ആയാലും മതി. പീത്ത ബ്രെഡ് ഇതുണ്ട്, അത് തന്നെയാ. കുബൂസ് തന്നെയാണല്ലേ? അപ്പൊ ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് ഇത്രയും ട്രാവൽ ചെയ്തു. കാരണം ഇവിടെ അരുമൂലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, തണുത്തതായിപ്പോ. ഇത്തിരി ചൂടാക്കണം, ഇത് ചൂടാക്കണം അല്ലേ? അപ്പൊ ഈ സാധനത്തിന്റെ പേര് എന്താ പറഞ്ഞേ? എന്ത് ബ്രെഡ്? പീത്ത ബ്രെഡ്. പീത്ത ബ്രെഡ്. ഇത് ഫ്രിഡ്ജിലാണ് ഇരിക്കണ്ടായത്. അപ്പൊ ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിട്ടേ നമ്മള് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടാ. ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ പോവാണ്. അപ്പോഴാണെങ്കിൽ ഇത് നമ്മുടെ ഈ സാധനം ഇവിടെ 30 മിനിറ്റ് ആയിട്ട് ഇത് റെഡി ആയിട്ടാ. ഇത് നമ്മൾ മുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി കണ്ടതിന് പോക്കറ്റ് സെൻറ്ററിൽ നിന്നാണ് ശരിക്കും കട്ട് ചെയ്യണ്ടേ.
അങ്ങനൊന്നുമില്ല, അവനവൻ്റെ ഷേപ്പ്. ആ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് രണ്ടാക്കി സെൻറ്ററാക്കി. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നമ്മൾ സോസ് വെക്കുന്ന കാണിക്കാം. ഇപ്പോൾ ഇനി ഇതിപ്പോൾ ഇതിനകത്തൂടെയൊക്കെ സോസൊക്കെ പോവും. ഇതും കട്ട് ചെയ്യാൻ രണ്ടായിട്ട് കാണണം. ഓ അതുകൊണ്ടാണ് സോസ് കട്ടിയിൽ വേണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുണ്ട്, ഇതിനുണ്ട്. ഞാൻ ഇതിനൊരു മാർക്കുണ്ട്, അതിലൂടെ കട്ട് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ കണ്ട. ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് അതൊന്ന് ചൂടാക്കണം നല്ല, അല്ലെങ്കിൽ പക്ഷേ ഓൾറെഡി വെളി വെച്ചപ്പോഴേ അത് ചൂടായി. എടുക്കാനായിട്ട് അത് മതി, ഒന്ന് ചൂടായാൽ മതി പാത്രം. പ്ലേറ്റ് എടുക്കാം. ഇല്ല, ഇത് പൊടിഞ്ഞത് ഞാൻ നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്ന്. ഇതൊക്കെ മാർക്ക് ഉണ്ട്. അത് നമുക്ക് അങ്ങനെ കട്ട് ചെയ്താൽ അത് നല്ലൊരു പോക്കറ്റാകും. ഇത് മാറ്റാം. ഇത് ചൂടാവണില്ലേ കയ്യൊന്നും? ഇല്ല, അത്ര ചൂടായില്ല. ഇല്ല. ഓക്കെ, ഇനി നമുക്കൊരു പാത്രം വേണമായിരുന്നു. ഇതെടുക്കാം വെളിയിലോട്ട്. പോകുന്നുണ്ടോ? ഇതങ്ങ് ഡ്രൈ ആയിപ്പോയി. ഇങ്ങനെ ആവരുത്. അല്ല, കുറച്ചുകൂടെ മായം കാണണം. അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ സമയം വെച്ചതാന്നു. അത് കുഴപ്പമില്ല, ഇത് കാണുമ്പോൾ ഡ്രൈ ആണെന്ന് അറിയത്തില്ല. 30 മിനിറ്റ് ആയപ്പോൾ തന്നെ എടുക്കണ്ടായിരുന്നു. ഇതില്ലേ ഈ സാധനം വളരെ കനം കുറച്ചിട്ടുള്ളൂ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് ശരിക്കും അരമണിക്കൂറിന്റെ ആവശ്യമില്ല. ഇതിനൊരു 10-15 മിനിറ്റ് മതിയാവും വേവാനായിട്ട്. ഇത് അരമണിക്കൂർ ഇരുന്നത് കൊണ്ട് ശകലം ഒരു ഇത് എന്താ പറയാ ക്രിസ്പി ആയിപ്പോയി. അതെ, നിറച്ചുണ്ടായിരുന്ന സാധനം ഇത്രയ്ക്ക്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാന്. ബാവയും ചേട്ടനും ഒക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഈ സോസ് ഇതിലേക്ക് ഈ തൈരിന്റെ ഇതിലേക്ക് ആ പാത്രം കൂടെ കാണിക്കേട്ടാ. ഇതിലേക്ക് ഇട്ടിട്ടാണ് ഇവര് കഴിച്ചോണ്ടിരിക്കണ്ടായിരുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ജൈറോ ഒന്നും അല്ല കേട്ടോ. ഇതാണ് ജൈറോ. അല്ല, ഫ്രഞ്ച് ഫ്രൈ പോലെ ഫ്ലേവർ അത് പരത്തിയിരിക്കുന്ന മസാലകളെ കൂടി നല്ല രസമുണ്ട്. എന്താടി അടിയിലേക്ക് പോണ്? എന്താ കഴിക്കില്ലേ? 5 മിനിറ്റ് ആയി മോനെ. എനിക്ക് ക്ഷമയില്ലാത്ത അയ്യോ പാവം. അതിന് ചേട്ടൻ മൈക്ക് വെച്ചിട്ടില്ലല്ലോ, ഞങ്ങളെല്ലാം മൈക്ക് വെച്ചാണ്. എന്താ പറഞ്ഞ ഭക്ഷണം കഴിക്കണ സൗണ്ട്, ചവയ്ക്കണ സൗണ്ട് കേൾക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാവുന്നു. അപ്പൊ കഴിക്കണ സമയത്ത് മൈക്കൂരി വെച്ചിട്ട് കഴിക്കാനായിട്ട് കമന്റ്സ് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഞങ്ങൾ ഏതാണ്ട് നിന്ന് കഴിയാറായി. അത് വെച്ചു, അടുത്തത് വെച്ചിട്ടുണ്ട് ടൈല്. അത് 10 മിനിറ്റ് ആയിട്ട് വെച്ചത്. അത് നോക്കാം ഇങ്ങനെ വരുന്നേന്ന്. ഇത് പാനിൽ വെച്ചിട്ട് ചെയ്യാട്ടാ. അതിന് ഞങ്ങൾ എയർ ഫ്രയർ ഇവിടെ വാങ്ങിച്ചത് കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്ത് വെച്ചതാ. ഞാൻ എയർ ഫ്രയർ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നാ. അപ്പോൾ അതിനകത്ത് വേറെ പലതും ഉണ്ടാക്കാം. ചിക്കൻ ലെഗൊക്കെ ഇങ്ങനെ 30 മിനിറ്റ്സ് ഒക്കെ വെക്കും. ഇത് നമ്മൾ വെജിറ്റബിൾ എല്ലാം അതിനകത്ത് ഉണ്ടാക്കാം. ഇതിപ്പോൾ അതിലൊരല്പം പൊട്ടറ്റോയും ഇതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഈവൻ റൂട്ട് വെജിറ്റബിൾ എല്ലാം ഞങ്ങൾ അവിടെ ബ്രോക്കലി എല്ലാം ഇങ്ങനെ ഇതെല്ലാം ഇച്ചിരി ഗാർലിക്ക്, അതുപോലെ ഗാർലിക്ക് ചെറുതായിട്ട് വെച്ചിട്ട് മുറിച്ചിട്ട് ഇത് ഒലിവ് ഓയിലും നമുക്ക് എരി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, എന്തോ വേണമെന്നാലും ഇട്ടിട്ട് ഇതുപോലെ 5 മിനിറ്റ് ഒക്കെ മതി. 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ശരിയായോ? 10 മിനിറ്റ് വെച്ചുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതേ വെച്ചത് 17 മിനിറ്റ് ആയപ്പോ ശരിയായിട്ടാ. 17 മിനിറ്റ് മതി. നോക്കിയാ ആദ്യത്തെ എല്ലാരും തിന്ന് തീർത്തത്. ഇതിങ്ങനെയായിട്ട് ഇങ്ങനെ പൊള്ളല്ലേ അവിടെ. ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത് അല്ലേ? ഇങ്ങനെയാണ് ആവേണ്ടത്. അതിന് പകരം ഇതിങ്ങനെയായിരുന്നു മാത്രം ചെയ്യണ്ട. ഇനി നമ്മളിത് സെറ്റ് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു നമ്മളത് ചൂടാക്കി കണ്ടോ. ഇത് എന്നിട്ട് ഇത് അതിന്റെ ഉള്ളിലേക്ക് ആദ്യം സോസ് നിറയ്ക്കണം അല്ലേ? സോസ് എല്ലായിടും പുരട്ടുകയാണ്. കണ്ടോ ഇങ്ങനെ കാണാമോ? അങ്ങനെ ആക്കണം. തിരിച്ചൂടെ വെക്കട്ടെ. സോസ് ഇച്ചിരി ഇതായി വെള്ളമായിപ്പോൾ ഇങ്ങനെയല്ല സോസ് ഇരിക്കണ്ടേ. ഇതിനകത്ത് ഇനി കൈ കൊണ്ടിടുക. അത് ഞങ്ങൾ ലെറ്റസ് ആണ്. ലെറ്റസ്
കുറച്ചുകൂടെ ഇടട്ടെ. അതിവിടെ ദേ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ട അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് അടിയിലോട്ട്, ഏറ്റവും അടിയിൽ അത് കുറച്ചിടുകയാണ്. ഇതാണ് ഇച്ചിരി കൂടിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് മീറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത നമ്മുടെ ചിക്കൻ പീസസ് ഇടുന്നു. ലാമ്പാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ സവാള ഇടുന്നു. വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വളരെ കനം കുറഞ്ഞിട്ട് അത് കുറച്ചിട്ടു. പിന്നെ തക്കാളി വേണ്ടിയവരിട്ടാൽ മതി. തക്കാളി ഞാൻ കൂടുതൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അരിഞ്ഞില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനിയും ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇതുകൂടി ഇടാം, വേണമെങ്കിൽ. എന്നിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ചുകൂടെ സോസ് ഒഴിക്കും. ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. ഇതാണ് ഗ്രീക്കുകാരുടെ ഫുഡാണല്ലോ. അവരുടെ ഇതേ 2 എണ്ണമാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മീറ്റുണ്ട്, ഇതുണ്ട്, സാലഡുണ്ട്, ഇതുമുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ? പക്ഷേ ഇത് ഇത്രയും ലൂസ് ആയതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി നല്ല ഇതായിട്ട് വരും. എന്നാ മോനെ അവന് കൊടുക്കട്ടെ കഴിക്കാൻ. എന്നാ മോനെ അടുത്തതുണ്ടാക്കാം. ചെറുതിലേക്കാക്കിക്കോ. 2 എണ്ണം ആക്കാനൊക്കത്തുള്ളല്ലോ ഇതിപ്പോൾ. സമാധാനായിട്ട് കഴിക്കാൻ മതി. അവൻ്റെ ഒരു ബൈറ്റ് എടുത്തല്ലോ, അത് മതിയല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഞാനിത് അടുത്തത് ഉണ്ടാക്കാം. ഭയങ്കര ഇഷ്ടമാണ്. ഒരെണ്ണം ആക്കണോ 2 ആക്കണ്ടേ? അത് ഇത് കണ്ടമാനാവും. ചിക്കനൊക്കെ അധികം ഉണ്ട് നട്ടിരിക്കായിരുന്നു ആന്റി. ഇപ്പൊ എന്തായി? അതിനോ കൊറേ ഉണ്ട് ബാക്കി. നമുക്ക് പിന്നെ എപ്പോഴേലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ ഫസ്റ്റത്തെ അത് ട്രൂ, അത് ശരിയാണ്. ഓക്കെ, ഇതിനകത്ത് ലെറ്റസ്. അത് പൊട്ടുന്നു, ഞാൻ കണ്ടു, പൊട്ടി. ഓക്കെ, ഇതിനകത്തിപ്പം നമ്മൾ ഇതിനകത്ത് മീറ്റ് ഇപ്പം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടെ മീറ്റൊക്കെ വെക്കുമ്പോൾ 1 എണ്ണം മതി നമുക്ക്. പുള്ളിക്കാരന് ഇല്ല, പിടിക്കാം. ഇതിൻ്റെ കമൻറ്റ് വായിക്കും. ഞാനിത് മെനക്കെട്ടുള്ള കമൻറ്റ് വായിക്കും. ഓക്കെ, ഇത് ആർക്കാ അടുത്തത്? ഇത് കഴിച്ചിട്ടാണോ? ഇത് ഇതിനും ഭാവിയും കൂടി കഴിച്ചോട്ടാ. ഇല്ല, വേറെ കൊടുക്കാം, വേറെ കൊടുക്കാം, അവർക്ക് കൊടുക്കാം. ഇല്ല, എനിക്ക് ഇച്ചിരി ചോറും ബീഫ് വളർത്തിയതും വേണം. ഞാൻ വന്നപ്പോൾ തൊട്ട് നോക്കിയിരിക്കുക. കുറച്ചൊരു സോസ് വേണം അതിന്റെ പുറത്ത്. അതിനകത്ത് ഇത്തിരി സോസ് വേണം ലാസ്റ്റ് ബൈറ്റ്. സോസ് ഇല്ലാതെയാണ് ഇഷ്ടം. ആദ്യത്തെയാണോ മോൻ കഴിച്ചതാണോ? അവന് വേണ്ടേ? ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, ചേട്ടൻ വാങ്ങിച്ചോണ്ട് വരണ്ടേന്ന്. എന്നിട്ട് ഇങ്ങനെയൊക്കെ. ഓക്കെ, അവന് കൊടുക്ക. ഞാൻ ഇനി അത് ഞാൻ ഒന്നുകൂടെ ആക്കാം. മീറ്റെല്ലാം മന്നെ മീറ്റെല്ലാം കൊണ്ടുപോയത് അച്ഛനെ. അല്ല, അത് നമുക്ക് മീറ്റ് കുറഞ്ഞു പോയണ്ട, അല്ലെങ്കിൽ നിറച്ച് മീറ്റ് കണ്ടേന് മതിയോ ചോദിച്ചു. ഇത്രയും ആയതുകൊണ്ടല്ലേ, അല്ലാതെ എന്താ ചെയ്യുന്നേ? കടിക്കാൻ പറ്റുമോ? അയ്യോ പാവം. മുറിച്ചിട്ടേ അമ്മായി തരാം. കൈ എഴുത്. ഒരു ഡിഫറെൻ്റ് അതേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചതും. പക്ഷേ മോൻ ഇഷ്ടപ്പെട്ടു. ഇതിനിപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട പോലെ ഉണ്ടാക്കിയാൽ അല്ല, ഇനി 1 എണ്ണം കൂടെ ഉണ്ടെന്നാ. ഇത് ആർക്കെങ്കിലും കൊടുക്കാം. 1 എണ്ണം കൂടെ ഉണ്ടാക്കാം. കണ്ടു വെക്കട്ടെ.
നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരെന്തായിരുന്നു? ഗ്രീക്ക് അമേരിക്കൻ ജൈറോ, GYR. അതെ, ഈ പറഞ്ഞ സാധനം അത് അടിപൊളിയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 4 പേരും കഴിച്ചു. ഇവര് 2 പേരും കഴിച്ചില്ല. ഇവര് നമ്മുടെ വീട്ടില് മീൻകറിയും പോർക്കിരിക്കണ്ടായിരുന്നു. അതുകൊണ്ട് അടിപൊളി പോർക്ക് കഴിച്ചു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവര് 2 ചോറാണ് ഉണ്ടത് കേട്ടാ. അതൊക്കെ ചോറും പോർക്ക് വളർത്തിയതും നല്ല തേങ്ങ ഇട്ട് അരച്ച മീൻകറിയും. അത് ഇവിടെ ആജു ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഞാൻ അമേരിക്ക ഇരുന്ന് കൊതിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്ന് ഞാനത് കഴിച്ചു. എന്നിട്ട് പറയും സരിതയെ നല്ലതാടി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും ഉഗ്രൻ സാധനം എന്നൊക്കെ പറഞ്ഞ് അത് ഞാനും വന്ന് കഴിച്ചു ഇവിടെ. അപ്പോ ഇവർക്ക് പോവാനായിട്ട് തിരക്കുണ്ട്. മോന് ഇഷ്ടപ്പെട്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആന്റിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ, അത് വന്നില്ല, വിചാരിച്ച പോലെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് നല്ല ടേസ്റ്റ് ചേഞ്ച് അത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും എല്ലാരും എല്ലായിടത്തുനിന്നും വന്ന് പല പല ഇതല്ലേ, അപ്പൊ ഒരു ചേഞ്ച്. അപ്പൊ ഇനി ഇവര് പോവാണ് കേട്ടോ. അവർക്ക് അധിക ദിവസം ഇല്ല, അവര് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. എന്തോ ഒന്ന് പിടിച്ചിട്ട് റോഷി ഇങ്ങനെ നിക്കുന്നുണ്ട്. കല്യാണം ക്ഷണിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, കല്യാണം ക്ഷണിക്കാൻ കൂടിയിട്ടാണ്. ജോൺ ആൻഡ് റോഷി. സേവ് ദ ഡേറ്റ്. സേവ് ദ ഡേറ്റ്. ഇത് എവിടെ നിന്നിട്ട് എടുത്ത ഫോട്ടോയാ? കാലിഫോർണിയ. ആണല്ലേ? അപ്പൊ മറക്കാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറക്കുമ്പോ കാണുന്നു ഇവരെ. 26 ഓഗസ്റ്റ് 26 അപ്പൊ ഞങ്ങൾ അമേരിക്കയിലേക്ക് വരണല്ലേ? മെക്സിക്കോയിൽ വെച്ചിട്ടാണോ കല്യാണം? ചെക്കൻ നാട്ടിലെവിടെയാ? മലയാളിയാണോ? കോട്ടയംകാരനാണല്ലേ? അവിടെ ഉള്ളതാ, പക്ഷേ കോട്ടയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ കല്യാണം ക്ഷണിക്കൽ എന്ന ചടങ്ങും കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ആന്റി വന്നപ്പോട്ട് പറയാണ് കുടിലേക്ക് പോണെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ ഇവരെ കുട്ടനെല്ലൂര് കൊണ്ടാക്കും. അവിടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്, റോഷിയുടെ. ഹലോ ചാർലി. ചാർലി പിണങ്ങി, മറ്റവനെ പൂട്ടിയിട്ടില്ലല്ലോ, അത് കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞ അഴിച്ചുവിടും. ഇന്ന് നമ്മുടെ കളപ്പുല്ല് വലിക്കാനായിട്ടുള്ള ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ കുറച്ച് പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് പൂട്ടിയതില്ല. എന്തോ ഹലോ, ഇത് നിങ്ങൾക്കൊക്കെ പേരുണ്ട്? എത്ര എണ്ണം ഉണ്ട്? ഇത് പേരുള്ളൊന്നും ഇടാനൊക്കത്തില്ലല്ലോ. അന്നേ ഓടിച്ച മൂർഖനെന്തി? മൂർഖൻ പാമ്പ്. ഇവിടെ കിടന്ന് കറങ്ങണുണ്ട് ആള്. അത് ആള് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ പുല്ല് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കളപ്പുല്ലുകളെ ഇടയ്ക്ക് വലിക്കണം. റോഷി, അയ്യോ, അവള് കോഴിയെ കാണാൻ പോയാ? കോഴികൾ ഇവിടെയാ. കോഴികൾ ഇതിന്റെ ഉള്ളിൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ അഴിച്ചു വിട്ടിരിക്കുക. ഇല്ല, വിടാറില്ല. അവർക്ക് കേട് വരണ്ടാന്ന് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് പുല്ലൊക്കെ തിന്നോട്ടെ. ഇവിടെ വന്നിട്ട് കുടില് വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് ആന്റിയുടെ വലിയൊരു ആഗ്രഹം. പിന്നെ എനിക്ക് അരക്കണം. അത് വേണം, ഇപ്പൊ വേണം. ഫോട്ടോ എടുത്തോ? നിനക്ക് വേണ്ടേ കുടിലൊന്നും? തേങ്ങ അരച്ചോണ്ട് പോവാ. ഞാനിത് ഉണ്ടാക്കുമ്പോഴത്തേനും അതുവഴി ഇറങ്ങി ഞാനിത് വീഡിയോ എടുത്തേ. തേങ്ങ വേണമെങ്കിൽ കൊണ്ടുവന്ന് തരാം അരയ്ക്കാനായിട്ട്. പണിയൊന്നും ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ അഭിനയിക്കത്തേ ഉള്ളൂ. പക്ഷെ ഈ വേഷം ഇതിന് കൊള്ളത്തില്ല. അമേരിക്കൻ അമ്മായി മേക്കിംഗ് ചമ്മന്തി. അമേരിക്കൻ അമ്മായി ചമ്മന്തി. ഇതൊക്കെ എത്ര ചട്ടയും മുണ്ടങ്ങാനും വേണ്ടതായിരുന്നു അല്ലേ? ചട്ടയും മുണ്ടും അല്ലെങ്കിൽ ഇത് വേണം, വല്ല സെറ്റ് മുണ്ടങ്ങാനും വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.